ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു പെണ്ണിന് എന്താ പണി എന്നുള്ളത് നോക്കട്ടെ. ഓൾ ഇന്ന് രാവിലെ തന്നെ 2 ഗ്ലാസ് ചായക്ക് വെള്ളം വെച്ചേക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും ഓൾ എന്താണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല. ഒരു കുണ്ടമ്പിനകത്ത് കഥ കുറച്ച് പൊടി ഇങ്ങനെ നല്ല എടുത്ത് ഇടുന്നുണ്ട്. ഒരു പാക്കറ്റ് പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടിയാണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. എന്തായാലും അത് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അരിപ്പൊടിക്ക് കഥ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി വിസ്ക് എടുത്തിട്ടാണ് പരിപാടിയില്ല. കേക്കാണോ എന്തോ ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അത് കുറച്ച് നല്ല ശുദ്ധമായ വെള്ളമാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ പൊടി നല്ലോണം അവൾ കുഴക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വിസ്ക് കൊണ്ട് നല്ലോണം അവൾ കട്ടിക്കായിട്ടാണെങ്കിലും അത് ലൂസാക്കി എടുക്കുന്നുണ്ട്. കുറേ സമയം വെച്ചിട്ട് അത് ഇളക്കിയിട്ടാണ് നല്ല പരുവത്തിലാക്കി വെക്കുന്നത്. ഇപ്പം അതൊരു ദോശമാവിനെ പോലെ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല? ഈ പെണ്ണിന് എന്താണോ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടറിയാട്ടോ. ഇപ്പം അവൾ ഗ്യാസ് മേലെ പാത്രത്തിൽ കുറച്ച് ചായ ആയിട്ടുണ്ട്. അത് എടുത്ത് മാറ്റിയിട്ട് അവൾ ദോശക്കല്ല് അത് അപ്പുറം വെച്ചിട്ടുണ്ട്. എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ദോശമാവ് അവൾ ഒഴിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പുറം അതാ ഒരു വലിയ വേറൊരു പാനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മളൊക്കെ ചിന്തിച്ച പോലെ തന്നെ ദോശമാവ് അവൾക്ക് അയക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മൂടി വെച്ചു. ഇതെന്താ പട്ടാണിക്കടല. അപ്പോൾ അവൾ ദോശക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും പട്ടാണിക്കടല കൊണ്ടുള്ള കറിയായിരിക്കും എന്ന് വിചാരിക്കണോ, നമുക്ക് കണ്ടറിയാട്ടോ. അപ്പോൾ അത് അവളെ ദോശ വന്നിട്ടുണ്ട്. ഇതെന്താ അവൾ കത്തി കൊണ്ട് എടുക്കണോ? ചിലപ്പോൾ അവളെ വീട്ടിൽ എടുക്കാനുള്ള തവി ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അല്ലേ ഗേസ്, നമുക്കൊക്കെ അങ്ങനെ തോന്നാം. ഇതാ രണ്ടാമത്തെ ദോശ അവൾ കൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ദോശമാവന്നെ ഉണ്ട് അവൾ ഉണ്ടാക്കിയതിൻ്റെ. ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കടലക്കറിയൊക്കെയാണെന്ന് വിചാരിക്കണോ, ആയിരിക്കും അല്ലേ ഗേസ്. അപ്പോൾ അങ്ങനെ ദോശങ്ങൾ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവൾ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ സ്പീഡ് ചുട്ട് പോകുന്നുണ്ട്. അതെ, ഇത് ചിലപ്പോൾ ആ പട്ടാണിക്കടയിലേക്കായിരിക്കും അല്ലേ ഗെയ്സ്. അപ്പോൾ അതാ ചെറുതാക്കിയിട്ട് നല്ല നൈസായിട്ടൊക്കെ ഈ ഒരു സഹോദരി അരിയുന്നുണ്ട് കേട്ടോ. അതാ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് അവർ ഉണ്ടാക്കണതെന്ന് തോന്നുന്നു. കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പട്ടാണിക്കടലി അതിൻ്റെ കൂടെ തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഇനിയപ്പോൾ ഇതിലേക്ക് എന്താ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പും കുറച്ച്, അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ഈ ഒരു ചങ്ങായിച്ചിരിക്കണം കേട്ടോ. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കണ്ടേ ഗൈസ്. ശരിയാണ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. കുക്കർ പൂട്ടി വെച്ചു. ഇനി ഇതാ വീണ്ടും ഇവർക്ക് തന്നെയാണ് കാണിച്ചത് കേട്ടോ. അത് നല്ല ചൂടുള്ള ദോശ കണ്ടോ. ആ ഒരു പാത്രത്തിൽ ആ ദോശ ഇങ്ങനെ മൊരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അടുത്ത ഗ്യാസ് ഓൾ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ആ കുക്കർ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ. അപ്പോൾ കടലക്കറി തന്നെയാണ്. ഇതെന്താ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇനി എന്താ അവൾ ഉണ്ടാക്കാൻ പോകുന്നതാവോ. ഉരുളക്കിഴങ്ങ് ഇതാ തൊലിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ ആയിട്ട് അതിൻ്റെ തൊലി കുറച്ച് കഷ്ണങ്ങളൊന്നും പോയിട്ടില്ലല്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങ് അറിയാൻ പറ്റുമോ? ഫുള്ള് തൊലി നമ്മൾ കളഞ്ഞിട്ടല്ലേ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കാൻ പോകണോ. ഈ ഒരു സഹോദരി ഇതൊന്നും അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല. എന്താണോ എന്തോ ഇതാ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി എന്താ അപ്പോൾ ഇതുകൊണ്ടുള്ള പരിപാടി. എന്താണിത്, നടുക്കൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കണുണ്ടല്ലോ. അങ്ങനെ ഇതാ അരിഞ്ഞത് പാത്രത്തിൽ കിട്ടണം ഈ ചങ്ങാഴ്ചി. പിന്നെ ഇതായിക്ക് ഉപ്പിട്ടു. പിന്നെ ഇതെന്താ നല്ല ചുവന്ന കളറുണ്ടല്ലോ, കാശ്മീരി മുളകായിരിക്കും. പിന്നെ ഇതാ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇതാ മിക്സ് ചെയ്ത് ഇപ്പോൾ കാണാൻ നല്ല ചൊറുക്കുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കാണില്ലെങ്കിലും. അയ്യേ, അതെന്താ ദോശച്ചട്ടി തന്നെയാണല്ലോ ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ പൊരിച്ചിരിക്കുന്നത്. അല്ല ചങ്ങായിമാരെ, നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ? ദോശച്ചട്ടി തന്നെ ദോശ ചുട്ട് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ വേണമെങ്കിൽ വേവിച്ചിരിക്കുക. കാരണം ബുദ്ധിമതിയായ സഹോദരിയാണെന്ന് തോന്നുന്നു. കണ്ടോ, നല്ലോണം അപ്പോൾ അത് കറക്കി നല്ലോണം വെന്ത് കിട്ടുമായിരിക്കും അല്ലേ. ആ ഒരു ചട്ടിയിലായതുകൊണ്ട് തന്നെ ആ കടലക്കറി തുമ്പിക്കായിരിക്കും. ശരിയാണ്, നമ്മൾ ചിന്തി